ഈ ഓണമായാലും വിഷു ആയാലും തിരുവനന്തപുരത്തുകാർ ആദ്യം ഓടിയെത്തുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ പത്മനാഭൻ നേരിൽ കണ്ട ശേഷമാണ് അവർ വീട്ടിലേക്കുള്ള സാധനങ്ങളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും ഒക്കെ ഈ കാണുന്ന തെരുവിൽ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഉത്രാടപ്പാച്ചിലിനുള്ള ഒരു തിരക്ക് ഇവിടെ ആരംഭിക്കുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ സമയം രാവിലെ 7 മണിയിലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഉത്രാടപ്പാച്ചിലിനോടനുബന്ധിച്ചുള്ള തിരക്കുകളൊക്കെ ഇവിടെ സാധാരണഗതിയിൽ കാണാറുള്ളത്. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രാവിലെ 7 മണിക്ക് തന്നെ ഈ വഴിയോര കച്ചവടങ്ങളൊക്കെ സജീവമാണ്. എല്ലാവരും അവരുടെ ഈ വിൽപ്പനയ്ക്കായുള്ള സാധനങ്ങളൊക്കെ ഈ കടകളിലേക്ക് എത്തിക്കുന്ന തിരക്കിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ജനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഒരു രാവിലെ 10 മണിക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായി എത്തുകയൊക്കെ ചെയ്യുന്നത്. ചേച്ചി, ഓണത്തിൻ്റെ കച്ചവടം എങ്ങനെയുണ്ട്? ഓണം ഇന്ന് ഒരുവിധം കച്ചവടം കൊള്ളാം. ആൾ നല്ല തിരക്കാണ്. പോലീസിൻ്റെ നിബന്ധന കൊണ്ട് യാത്ര നിയന്ത്രിച്ച് പോവുകയാണ്. ഇതുവരെയും നിന്നും വലിയ സന്തോഷമാണ്. പപ്പനാട് കച്ചവടം ജനങ്ങൾ നിറയെ പൂരായിട്ട് ആൾക്കാരുണ്ട്. നല്ല കച്ചവടം, വേറെ ഒരു കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണ്. ഓണം ഹാപ്പിയാണോ? ഓണം ഹാപ്പിയാണ്. ഇപ്പോൾ മഴയും കൂടി മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ടല്ലേ? മഴയില്ലാത്തതുകൊണ്ട് നല്ല ആശ്വാസം. മഴയായിരുന്നുള്ള പ്രയാസം. മഴയില്ലാത്തതുകൊണ്ട് ഏറ്റവും വലിയ ഉത്തമമാണ്. ഇപ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഹാപ്പി ഓണം. ചേച്ചിയുടെ ഓണാഘോഷമൊക്കെ എന്തായി? ഈ കച്ചവടം തീർന്നാൽ മാത്രമേ ആഘോഷിക്കാൻ പറ്റൂലേ? കച്ചവടം തീർന്നാൽ ഞങ്ങൾ ഓണാഘോഷം ഹാപ്പിയാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പപ്പനാവിലെ എല്ലാ തീർത്ഥങ്ങളും പപ്പനാവിനെ കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. വിദേശികൾ വന്ന് വിളക്കുണ്ടാക്കിയിരുന്നാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. വിദേശികളാണ് പ്രശ്നം? വിദേശികളാണ് പ്രദേശമാണ്. അതെന്താണ്? അത് മദ്രാസ് ചെന്നൈക്കാർ വന്ന് സ്ഥലം പിടിക്കുക, വേണ്ട അടിയുണ്ടാക്കുക, അസഭ്യം വിളിക്കുക, ഇതാണ് പ്രശ്നം. അല്ല വേറെ കേരളത്തിൽ ആരും ഒരു കുഴപ്പമില്ല. ഓണം ഹാപ്പിയാണ്. ഓണം ഹാപ്പിയാണ്, ഉത്തമം. മോത്തി അതാണ്. കാരണം ഈ വഴിയോര കച്ചവടം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ ഫീസൊക്കെ കൊടുത്ത കച്ചവടം ചെയ്യുന്നവരാണ് കൂടുതലുള്ളത്. പക്ഷേ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർ ഈ ഫീസൊന്നും കൊടുക്കാതെ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. അത് സാധാരണയായി കച്ചവടക്കാർക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷേ എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ സജീവമായുള്ള ഒരു തെരുവാണ് ഈ പഴവങ്ങാടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള തെരുവെന്ന് പറയുന്നത്. കാരണം എപ്പോഴും ഇങ്ങോട്ടേക്ക് വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ഏറ്റവും അധികം ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ചേച്ചി, ഓണം ഏതുവരെ? ഓണം ഇതുവരെ എങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയോ? ഇല്ല, മേടിക്കാനുണ്ട് കുറച്ചുകൂടെ. രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നാണോ അതോ സാധനങ്ങൾ വാങ്ങാൻ എത്തിയോ? ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇനി അങ്ങോട്ട് പോവാണ്. വീട്ടിലേക്കുള്ള ഓണ സാധനങ്ങളൊക്കെ വാങ്ങിയോ? മേടിച്ചു. ചേച്ചിയുടെ പേരെന്താ? ശോഭ. സാധാരണഗതിയിൽ ഓണം എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ സാധനങ്ങൾ വാങ്ങാൻ? ഇവിടെ തന്നെയാണ് വരാറ്. എന്തുകൊണ്ടാണ് ഈ ഒരു തെരുവ് തിരഞ്ഞെടുക്കുന്നത്? ഓണം എന്ന് പറയുന്നത് ആ ഒരു ഇത് ഇവിടെ വന്നാലേ ആ ഒരു വരത്തുള്ളൂ. ഓണത്തിന്റെ വൈബ് ഉണ്ട് ഇവിടെ. പിന്നെ അനന്തപുരിക്കാർക്ക് ഓണമായാലും സംക്രാന്തി ആയാലും നമ്മുടെ പത്മനാഭനെ വിട്ടൊരു കളിയില്ല എന്നതാണ്. അങ്ങനെ വിശേഷ ദിവസം പത്മനാഭനെ ഒന്ന് ഓടി വന്ന് കണ്ട് അവിടെ തൊട്ടടുത്ത ചാല മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ചു പോകുന്ന ഒരു പതിവ് മിക്കവാറും വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ട്. ഓണത്തിന് പ്രത്യേകിച്ചുമുണ്ട്.